മിസസ് ഇന്ത്യ തേർഡ് റണ്ണറപ്പ്, അതുപോലെ മിസസ് കേരളയുമായ ഒരു വ്യക്തിയാണ്. ഒപ്പം നമ്മുടെ പത്തനംതിട്ട പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ കൂടാണ്. ഒറ്റയടിക്ക് നമ്മളെ വേറൊരു രാജ്യത്തോട്ട് വിടുക, നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, ഫുൾ ഫ്രീഡം തന്ന് വിടുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ഫസ്റ്റ് 2 months എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ടെൻഷനാണ്. പേഷ്യൻസ് എന്താ പറയുന്നതെന്ന് ഒരു 5 നിമിഷമെങ്കിലും നമുക്കൊന്ന് കേൾക്കാൻ കൊടുത്താൽ ആദ്യ പേരുടെ അസുഖം കുറയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലിറ്ററലി 7 മണിക്ക് നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ വരുമ്പോൾ 11:30-12 മണിയാവും. അതുവരെ റൂമിൽ പോകേണ്ട ആവശ്യമേ വരത്തില്ല. എപ്പോഴെങ്കിലും നമുക്ക് വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനോ മാത്രമായിരിക്കും നമ്മൾ റൂമിൽ ചെല്ലുക. മിസസ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസസ് കേരളം പോലെ അല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. അപ്പം ദീപ മാം എന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, മറന്നു പോയി കഴിഞ്ഞാൽ 2 സെക്കൻഡോട് തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും ആരും ഇത് ചെയ്യണം, അത് ചെയ്യണം, അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ചെയ്യോ പോണോ ആ ഒരു അവസ്ഥയിലായിരുന്നു. സിറ്റി ടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും സ്വാഗതം. കൂടെ ഞാൻ RJ മീരയാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് എന്റെ കൂടെ ഒരു ബ്യൂട്ടിഫുൾ ഗസ്റ്റ് ഉണ്ട്. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ആര്യ ആർ കുറുപ്പാണ്. ഈ വർഷം മിസസ് ഇന്ത്യ തേർഡ് റണ്ണറപ്പ്, അതുപോലെ മിസസ് കേരളയുമായ ഒരു വ്യക്തിയാണ്. ഒപ്പം നമ്മുടെ പത്തനംതിട്ട പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ കൂടാണ്. ഞാൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഹായ് ഡോക്ടർ. ഹായ് മീര. അപ്പൊ എന്താ പറയണ്ടേ, ഡോക്ടർ എന്ന് പറയണോ മിസസ് കേരള എന്ന് പറയണോ? ഫസ്റ്റ് ഡോക്ടറാണ് പ്രിഫറൻസ്. ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് ഈ മിസസ് കേരള വിശേഷങ്ങളിലേക്കൊക്കെ വരാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഡോക്ടറുടെ ലൈഫ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞോളൂ. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ ആഗ്രഹമാണ് ഡോക്ടർ ആവുക എന്നുള്ളത്. പിന്നെ ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഈ ഫീൽഡ് ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം. കയറി കഴിഞ്ഞപ്പം എനിക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഫോറൻസിക് ആണ് താല്പര്യം. പക്ഷെ കേട്ട് പേടിക്കരുത്. ആ ഒരു ഫീൽഡ് കയറി കഴിഞ്ഞപ്പം നമുക്കൊരു ഉള്ളിൽ നിന്നൊരു ഫീലിങ്സ് ഉണ്ടാവുമെന്ന് പറയില്ലേ, സത്യം പറഞ്ഞാൽ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ചില സമയത്ത്. പിന്നെ ഓരോ പേഷ്യൻസും നമ്മളുടെ അടുത്ത് വന്നിട്ട് നന്ദി പറയുന്ന ഒരു സമയമുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ പനിക്കായിരിക്കും മരുന്ന് കൊടുത്തേക്കുന്നത്. പക്ഷെ ചിലർ തിരിച്ചു വന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഡോക്ടർ ഒന്ന് മരുന്ന് കഴിച്ചപ്പോൾ ഞങ്ങളുടെ അസുഖം മാറി എന്ന് പറയുമ്പോൾ നമുക്കൊരു വയറ്റിനകത്തൊക്കെ ഫീലിംഗ് ഉണ്ടാവുക എന്ന് പറയില്ലേ, സത്യം അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടും. അപ്പം വേറൊരു ജോലി ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആ ഫീലിംഗ് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഈ ജോലിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. എന്തോ എനിക്ക് ലഭിക്കുന്ന ഒരു ഫീല്. അതുകൊണ്ട് 100% സാറ്റിസ്ഫൈഡ് ആണ്. 100 മേളിലാണ്, അതൊക്കെ മേലെ എന്ന് പറയത്തില്ലേ അത്. അപ്പം ബയോളജി ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു ഫീൽഡിലേക്ക് വന്നു. അപ്പം ഈ പൊതുവെ ഇപ്പൊ MBBS പഠിക്കാന്നൊക്കെ പറയുമ്പോൾ പൊതുവെ നമ്മളെല്ലാവരും കേരളമാണ് ആദ്യമേ ചൂസ് ചെയ്ത്, കിട്ടാതെ വരുമ്പോഴാണ് പലരും പുറത്തോട്ട് പോകുന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. എങ്ങനെയാണ്, കേരളത്തിലാണോ പഠിച്ചത്? അല്ല, റഷ്യയിലാണ് പഠിച്ചത്. റഷ്യ? അതെ, നമ്മുടെ പുടിന്റെ അതേ റഷ്യയില്. അപ്പം ജേർണി എന്ന് വെച്ചാൽ നമ്മുടെ കീമൊക്കെ എഴുതി, നീറ്റൊക്കെ എഴുതി. ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നില്ല, സെക്കൻഡ് അലോട്ട്മെന്റ് വന്നില്ല. അപ്പം ഇത് പഠിച്ചേ പറ്റത്തോളം അച്ഛൻ ഒറ്റക്കാലം നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ 50 ലക്ഷം രൂപയായിരുന്നു ആ ടൈമിൽ നമ്മുടെ ഡൊണേഷൻ. അത് കൊടുത്തിട്ട് എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് ഈ റഷ്യ എത്തിയത്. അതായത് നാട്ടിൽ 50 ലക്ഷം ഡൊണേഷൻ മാത്രം, പ്ലസ് 8 lakh സംതിങ് ആയിരുന്നു ആ ടൈമിൽ ഫീസ്. അപ്പം അറിയാലോ, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം അത്രയും നമുക്ക് പറ്റില്ല എന്നുള്ളത് അനിയത്തിയുണ്ട്. അപ്പം അതും കൂടെ ഞാൻ നോക്കണമല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പം സ്വന്തം റിലേറ്റീവിൽ വരുന്ന ഒരു ചേച്ചി റഷ്യയിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ആ റൂട്ട് തിരിച്ചു വിട്ടു. അപ്പൊ എല്ലാവരും ചൈനയിൽ പോകുമ്പോൾ നമ്മൾ റഷ്യയിൽ പോകാന്നുള്ള ഐഡിയയിൽ റഷ്യയിലെത്തി. പക്ഷെ തലയിൽ വരെയെന്നൊക്കെ പറയുന്ന പോലെ 3rd അലോട്ട്മെന്റിൽ പേര് വന്നു. നമ്മുടെ ബാംഗ്ലൂർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് കറക്റ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് പാസ്പോർട്ട് കൊടുത്തു. കിട്ടുന്നത് 2 weeks കഴിഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോഴത്തേന് അലോട്ട്മെന്റ് കഴിയും. അതുകൊണ്ട് ലക്കുണ്ടോ ലക്കില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. കണ്ടിന്യൂ ചെയ്തത് റഷ്യയിലായിരുന്നു. ഇവിടുത്തെ പിന്നെ വിട്ടു. പിന്നെ എവിടെ പഠിച്ചാലും നമ്മളല്ലേ പഠിക്കേണ്ടത്, നമ്മളുടെ കഴിവാണ് തെളിയിക്കേണ്ടത്. ആ ഒരു വിശ്വാസത്തിൽ അവിടെ പഠിച്ചു. നാട്ടിൽ വന്നു. 2020 പാസ് ഔട്ട് ആയിരുന്നു. ഇവിടുത്തെ എക്സാം എഴുതി ക്ലിയർ ചെയ്തു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. അപ്പം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, PG. അങ്ങനെ ആ ഒരു ലൈഫ് ആ ട്രാക്കിൽ പോകുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു റഷ്യൻ ലൈഫ്? എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു. അതെ, എന്ന് വെച്ചാൽ ലൈഫിൽ 6 വർഷം സൂപ്പർ ഫാന്റാസ്റ്റിക്, നമ്മൾ എൻജോയ് ചെയ്യേണ്ട സമയം എന്നൊക്കെ പറയും. അത് മാക്സിമം ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടു പോകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതെ, ഹോം സിക്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം +2 വരെ ഞാൻ വീട് വിട്ട് നിന്നിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം ഇത്രയും ദൂരെ നമുക്കൊന്ന് ഓടി വരുന്നത് ഡിസ്റ്റൻസ് അല്ലാത്തത് കൊണ്ട് തന്നെ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഭയങ്കര പാടായിരുന്നു. സ്ഥിരം കരച്ചിലൊക്കെ തന്നെ ആയിരുന്നു, എനിക്ക് തിരിച്ചു വരണം ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഫ്രണ്ട്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, ടീച്ചേഴ്സ് കൊളീഗ്സ് എല്ലാവരും സൂപ്പർ ആയിരുന്നു. അപ്പം വൈബ് മാറി വന്നപ്പോഴത്തേന് സെറ്റായി, ഇഷ്ടമായി. പിന്നെ 1 ഇയറിൽ നമുക്ക് 2 months വീട്ടിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ വർഷവും നാട്ടിൽ വരുമായിരുന്നു, വിചാരിക്കുന്നത് നോക്കിയിരുന്ന് നാട്ടിൽ വരുമായിരുന്നു. അപ്പം ആ ഒരു ഇത് മാറി കിട്ടി. പിന്നെ ഡാൻസ് പാട്ട് എല്ലാത്തിലും ചാടിത്തുള്ളി നടക്കുന്നത് കൊണ്ട് ടൈം പോകുന്നത് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഫുള്ളൊരു എന്താ പറയാ ആക്റ്റീവായിട്ടായിരുന്നു, എല്ലാത്തിലും സെറ്റായിരുന്നു ലൈഫ് അവിടെ. ഈ റഷ്യയിലെ ലാംഗ്വേജ്, ഫുഡ്, അതുപോലെ തന്നെ റൂംമേറ്റ്സ്, ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? മിക്സ് ആയിരുന്നു. എന്നുവെച്ചാൽ ചെന്ന് ആദ്യം പെട്ടുപോയത് ഫുഡ് തന്നെയായിരുന്നു. ഞാൻ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പം അവിടെ ചെന്ന് നോൺ വെജ് കണ്ടപ്പം നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പം പശുവിന്റെ നാക്ക് വരെ അവർ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കാണുന്ന സമയം എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. പിന്നെ അഡാപ്റ്റായി. ഫ്രണ്ട്സ് കൂടുതൽ നിർബന്ധിച്ച്, സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തത് KFC ചിക്കൻ. അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആള് എന്നെ ആദ്യം കൊണ്ടുപോയി നമ്മളുടെ KFCയുടെ ആ കോട്ടിംഗ് ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ഫസ്റ്റ് നോൺ വെജ് ടേസ്റ്റ് തന്നത്. അത് കഴിഞ്ഞ് ഞാനിപ്പോ ഒരു ബക്കറ്റ് ചിക്കനൊക്കെ ഒറ്റടിക്കുന്നത് തിന്നുവേ. വലിയ പീസല്ല. ചിക്കനിൽ അപ്പുറം പോയിട്ടുണ്ടോ? ഇല്ല, അത് പറ്റത്തില്ല. ചിക്കനിൽ നിൽക്കുകയാണ്. ചിക്കനിൽ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോഴും ചിക്കനോട് താല്പര്യമില്ല. പക്ഷെ നമ്മളുടെ ഈ ഫാസ്റ്റ് ഫുഡ് ഉണ്ടല്ലോ, അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഡോക്ടർ ആയിട്ടും ചില സമയം ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബർഗറോ ചിക്കനോ അതെന്താന്ന് വെച്ചാൽ കിട്ടിയേ പറ്റത്തുള്ളൂ. ഇപ്പൊ ആ ഒരു അവസ്ഥയില്ല. എന്നാലും കൺട്രോൾഡ് ആണ്. പിന്നെ സ്വയം കുക്ക് ചെയ്യാണ്. നമുക്ക് അവിടെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളതായിരുന്നു മെയിൻ. അതായത് നമ്മുടെ നാട്ടാ ചോറും കറിയൊക്കെ അത് ബൊരേറി, സാമ്പാർ, പുളിശ്ശേരി, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഇപ്പൊ കുക്കിംഗ് എക്സ്പേർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മള് നമ്മുടെ ലൈഫ് അങ്ങനെ ആക്കി. അതുകൊണ്ട് അമ്മയ്ക്ക് സമാധാനം ഉണ്ടായിരുന്നു. അടുക്കള കയറാത്ത ഒരാൾ ഇപ്പം എന്ത് പറഞ്ഞാലും ഫട്ടാഫട്ടാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കും. അമ്മയ്ക്ക് കല്യാണം കഴിച്ചു വിടുമ്പോ ആ ഒരു ടെൻഷൻ ഇല്ലായിരുന്നു. അയ്യോ, എന്റെ കൊച്ചിന് കുക്കിംഗ് ഒക്കെ അറിയാം. ആദ്യം അമ്മ പറയുന്നത് തന്നെ അവൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അടുക്കളയില് പട്ടിണി കിടക്കത്തില്ല. പിന്നെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊക്കെ ചെയ്ത് നോക്കാൻ ആരെങ്കിലും ഒരു ടേസ്റ്റർ എനിക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ട് ആ കാര്യത്തിൽ സെറ്റാ. അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അനിയത്തി ആയിരുന്നു പുള്ളിക്കാരി. എന്റെ പരീക്ഷണ വസ്തു. എന്റെ അനിയത്തി എനിക്കൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവനുമായിരുന്നു. രണ്ടുപേരും ടേസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നോളൂ. ഫെയിലിയർ ആയിട്ടുണ്ടോ? ഇതുവരെ എല്ലാം സക്സസ് ആണ്. കെട്ടി കഴിഞ്ഞപ്പം കെട്ടിയവന്റെ വീട്ടിലും കെട്ടിയവനുമാണ് ടേസ്റ്റേഴ്സ്. അവരും ഓക്കെ പറഞ്ഞു. അവരും ഓക്കെയാണ്. പിന്നെ ഇപ്പൊ അത്രയും സമയം കിട്ടാറില്ല, ഡ്യൂട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് ഇപ്പൊ പരീക്ഷണങ്ങൾ കുറച്ച് വെച്ചേക്കും. നമ്മുടെ നാട്ടിലെ ഒരു പഠന രീതിയും റഷ്യൻ പഠന രീതിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? ഇവിടുത്തെ പക്കാ പറയാൻ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി അവർ നല്ലതുപോലെ നമ്മളെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി എക്സ്പോഷർ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. പിന്നെ ഇവിടെ തിയററ്റിക്കലി കേട്ടിട്ടുണ്ട് ഭയങ്കര ഹെക്ടിക്കാണ്, നമ്മൾ നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ എക്സാം പാസ് ആവുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പിള്ളേരൊക്കെ നമ്മളിപ്പോൾ പൊതുവെ സൂയിസൈഡൊക്കെ കേൾക്കാറുണ്ടല്ലോ. അങ്ങനെ അവിടെ പക്ഷെ നമ്മൾ ഫ്രീ ആണ്. നമുക്ക് നേരത്തെ തന്നെ ഒരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്ന് നമ്മളെ ഒന്ന് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എക്സാം ക്വസ്റ്റ്യൻസ്, പാറ്റേൺ എന്നെല്ലാം പറഞ്ഞിട്ട് ഡെയിലി MCQs കാണും നമുക്ക് അവിടുത്തെ. ഇപ്പം ഡെയിലി ഇത്ര ടോപ്പിക് നമ്മൾ പഠിച്ചിട്ട് ചെല്ലണം ആ ക്ലാസ്സിന്. ഇപ്പം 1 വീക്കാണ് നമ്മളുടെ ഒരു സബ്ജക്റ്റ് എങ്കിൽ ആ 1 വീക്കിലുള്ള ഫുൾ എല്ലാ MCQs തിയറി നമുക്ക് അവിടെ ഡെയിലി ക്വസ്റ്റ്യൻ ചോദിപ്പ് കാണും, എക്സാംസ് കാണും. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിന് പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പോൾ മെയിൻ എക്സാം വരുമ്പോഴത്തേന് നമുക്ക് അത്രയും ഒരു ടെൻഷൻ കാണുന്നില്ല. കാരണം എന്തെങ്കിലുമൊക്കെ നമുക്കറിയാം. മഗപ്പ് ചെയ്യാത്ത ഒരു സ്റ്റുഡൻ്റ് ആണ്, മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷെ ലാംഗ്വേജ് പ്രോബ്ലം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ഫസ്റ്റ് 2 years റഷ്യൻ ലാംഗ്വേജ് ഓൾമോസ്റ്റ് നമ്മളുടെ കർസീവ് റൈറ്റിംഗ് എഴുതുന്നതിന്റെ കൂട്ടാണ് റഷ്യൻ ലാംഗ്വേജ് വരിക. അപ്പം ഈ ABC തന്നെയാണ് നമ്മൾ ലെറ്റേഴ്സിൽ വരിക. പക്ഷെ നമ്മൾ എഴുതുമ്പം വായിക്കുന്ന പ്രൊണൗൺസിയേഷൻ ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പം ആദ്യമൊക്കെ ഇംഗ്ലീഷ് ആണോ റഷ്യൻ ആണോ എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ തിരിച്ചായി റഷ്യൻ ആയിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോഴും വരുന്നതെന്നുള്ളൊരവസ്ഥയിലായിരുന്നു. പിന്നെ അവിടുത്തെ ലോക്കൽസ് ഭയങ്കര സപ്പോർട്ടീവാണ്. റഷ്യൻ സ്റ്റുഡൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമാണ്, നമുക്ക് റഷ്യൻ പഠിക്കാൻ താല്പര്യമാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഗിവ് ആൻഡ് ടേക്ക് പോളിസി ആയിരുന്നു. അതെ, അതുകൊണ്ട് തന്നെ സെറ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേര് തന്നെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും റഷ്യനിലൊക്കെ സംസാരിച്ചു അങ്ങനെയൊക്കെ തന്നെ തട്ടിയും മുട്ടിയും പോയെന്ന് വേണമെങ്കിൽ പറയാം. 6 വർഷം പോയി. എന്തെങ്കിലും എന്നോട് റഷ്യയിൽ ചോദിക്കാൻ പറ്റുമോ? ദ്രാസ്തുചേ ഹലോ, എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല, പറഞ്ഞു മനസ്സിലായി.
പിന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ ഹോസ്പിറ്റലിലെ പഠനത്തിന് ശേഷം കുറച്ച് റിലാക്സ് കിട്ടുന്ന ചിലപ്പോൾ റൂമിൽ വന്നു കഴിയുമ്പോഴായിരിക്കും അല്ലേ? അതല്ല, നമ്മള് ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഭയങ്കര ടയേർഡ് അല്ലേ, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേനും അയ്യോ എനിക്ക് വയ്യാന്നാ നമ്മൾ പറയുന്നത് അല്ലേ? സത്യമല്ലേ? ഇപ്പം എനിക്കും അങ്ങനെ തന്നെയാ. പക്ഷെ റഷ്യയിൽ നിൽക്കുമ്പോൾ നമ്മൾ 5:30-6 മണി വരെ നമുക്ക് ലെക്ചർ കാണും. രാവിലെ 8 മണിക്ക് ക്ലാസ് കയറി കഴിഞ്ഞാൽ വൈകിട്ട് 5:30 വരെ ആയിരിക്കും നമുക്ക് ഫുൾ ക്ലാസ് ഉള്ളത്. തിരിച്ചു വന്നു കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കുക്കൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തു പോകും. എല്ലാ ദിവസവും മാക്സിമം നമ്മൾ പുറത്തു പോകും. വെറുതെ അവിടുത്തെ പാർക്കിലൊക്കെ പോയി ഇരുന്ന് എല്ലാവരുടെ കാര്യം പറഞ്ഞ് തിരിച്ചു വരും. എല്ലാ ദിവസവും ഒരു റൊട്ടീൻ പോലെ ആയിരുന്നു. അന്ന് ആർക്കും ക്ഷീണമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്രയും പഠിക്കാൻ കാണും, പഠിക്കും, കുക്ക് ചെയ്യാൻ കാണും, കുക്ക് ചെയ്യും, വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കാണും, വീട്ടിൽ വിളിക്കണം, അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടോ ആ ഒരു ഫ്രണ്ട് സർക്കിൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടൈം, എൻജോയ് ചെയ്യാനൊരു ടൈം അവിടെ ഭയങ്കരമായിരുന്നു. നമ്മൾ ടൈം പോയില്ല എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയായിരുന്നു അവിടെ. റൂംമേറ്റ്സ് ആരായിരുന്നു? ഈ റഷ്യൻ സ്റ്റുഡൻസ് ആയിരുന്നു? അല്ല, ഒന്ന് എനിക്കൊരു പഞ്ചാബി ചേച്ചിയായിരുന്നു, പുള്ളിക്കാരൻ എന്റെ സീനിയർ ആയിരുന്നു. പിന്നെ എന്റെ സെയിം ബാച്ച് തന്നെയുള്ള ഒരു തമിഴ് കുട്ടിയായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഇപ്പൊ എല്ലാ ഭാഷയും ഞാനിപ്പോ സത്യം പറഞ്ഞ ആവിയിൽ വരത്തില്ല. എത്ര ലാംഗ്വേജ് ഇപ്പം എന്താണ് ഫ്ലുവന്റ് ആയിട്ട്? തമിഴ് നല്ലോണം സംസാരിക്കും, മലയാളം, ഇംഗ്ലീഷ്, റഷ്യനും ഹിന്ദിയും. ഹിന്ദി മനസ്സിലാവും, നല്ലോണം മനസ്സിലാവും. പറയുമ്പോൾ കുറച്ച് ആ സ്പീഡ് വരില്ല, കാരണം അങ്ങനെ ഹിന്ദി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല. നമുക്ക് സ്കൂളിലും 8ാം ക്ലാസ് വരെ ഹിന്ദി ഉള്ളായിരുന്നു. അതിപ്പോഴും ഒരു നെഗറ്റീവായിട്ട് കരുതുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഹിന്ദി എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഇതില്. എന്നാലും പക്ഷെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാടും റഷ്യൻ, നമ്മുടെ നാട്ടില് ജനിച്ച് വളർന്ന് ഇത്രയും കൊല്ലം നിന്നിട്ട് പെട്ടെന്നൊരു പറിച്ചു നടലായിരുന്നല്ലോ റഷ്യയിലോട്ട്. ഒരു 6 വർഷം അവിടെ ജീവിച്ചു. അപ്പം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ മറ്റേ കൂട്ടിലിട്ട കോഴിയെ തുറന്നു വിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും? അതോ നിലാവത്തഴിച്ചിട്ട കോഴിയാണോ? കോഴിയത് ഉദ്ദേശിച്ച ആ ഒരു അർത്ഥത്തിലല്ല കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് +2 വരെ അറിയാലോ, ടിപ്പിക്കൽ മലയാളി ഫാമിലി ആകുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങള് ഈ വരുന്നതിലായിരുന്നു. അപ്പം അമ്മ മാത്രമേ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് ഓവർ പ്രൊട്ടക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒറ്റയടിക്ക് നമ്മളെ വേറൊരു രാജ്യത്തോട്ട് വിടുക, നമുക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ല, ഫുൾ ഫ്രീഡം തന്നു വിടുമ്പോൾ ഉള്ള ഒരു അവസ്ഥയുണ്ടല്ലോ. ഫസ്റ്റ് 2 months എന്ത് ചെയ്യണം എന്നറിയാത്തൊരു ടെൻഷനായിരുന്നു. അതിനുശേഷം തൊട്ട് പിന്നെ നമ്മളെ എങ്ങനെ കൊണ്ട് നടക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മളെ ലൈഫ് പോവുക. അപ്പം പ്രേമിക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആ വീട്ടിൽ പോയില്ല, തുറന്നങ്ങ് പറയുക സത്യമായിട്ടും. കാരണം അത് വേറൊരു വൈബായിരുന്നു അവിടെ. പക്ഷെ നമ്മള് വീണ്ടും ഒരു കൂട്ടിനകത്ത് പെടുന്ന ഒരു ടൈപ്പായിരുന്നു കാണുമ്പം എല്ലാവരും. അപ്പൊ അത് വേണ്ടാന്ന് ഫസ്റ്റ് തന്നെ തീരുമാനിച്ചു. ഫ്രണ്ട്സ് ആകുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടൊരു ഫ്രീഡം ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്യാം. ആ ഒരു സൈക്കിളായിരുന്നു ഞാൻ ഫുള്ള്. വൈബടിച്ച് നടക്കുക, പഠിക്കുക, പിന്നെ അവിടെയുള്ള എല്ലാ പ്രോഗ്രാമിനും ചേരുക. അവിടുത്തെ എല്ലാ ടീച്ചേഴ്സിനും ആര്യെന്ന് പറഞ്ഞാൽ അറിയായിരിക്കും. 2018 ബെസ്റ്റ് ആക്റ്റീവ് സ്റ്റുഡന്റ് ഒരു അവാർഡൊക്കെ അവരിലേക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഫുൾ ആക്റ്റീവ് ആയിരുന്നു സത്യം പറഞ്ഞ. ഓരോ നിമിഷവും ഞാൻ എൻജോയ് ചെയ്യുന്നതാണെങ്കിൽ തുറന്നു പറഞ്ഞു. ഈ പഠനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നിടത്ത് റഷ്യ മിസ് ചെയ്തോ? എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഈ കൂട്ടിച്ചേർത്ത് വെക്കുമല്ലോ, ഫൈനൽ ഇയറിൽ നമുക്ക് അടിച്ചു പിടിക്കണം, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് നമ്മുടെ കൊറോണ വന്നത്. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഫുൾ പ്ലാനിങ് പോയി, നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റില്ല, അപ്പോൾ റെസ്ട്രിക്ഷൻ ആയിരുന്നു. നമുക്ക് മറ്റേ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ വിട്ടായിരുന്നു നമ്മൾ തിരിച്ചു കൊണ്ടുവന്നത്. ആ ഒരു അടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയൊരു അടിയായിരുന്നു. ഫൈനൽ ഇയർ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഗ്രാജുവേഷൻ അതേപോലെ കുറച്ച് പേര് മാത്രമേ പറ്റത്തുള്ളൂ, പേരൻസിനൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആ ഒരു വർഷം കിട്ടിയെന്നല്ലാതെ. അപ്പൊ ഗ്രാജുവേഷൻ സെറമണി നിങ്ങളുടെ നടന്നായിരുന്നു? സെറമണി നടന്നു, പക്ഷെ ഫുള്ള് മാസ്കും കാര്യങ്ങളും വല്ല പ്രൊട്ടക്ഷനും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. യുദ്ധമൊക്കെ ബാധിച്ചായിരുന്നോ? ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, സ്റ്റാർട്ടിങ് ആയിരുന്നു. പിന്നെ ഞങ്ങളെ പാക്ക് ചെയ്ത് തിരിച്ചിട്ടത് കൊണ്ട് ഞങ്ങളുടെ ബാച്ച് സെറ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും ഈ 6 വർഷം എന്ന് പറയുന്ന അടിപൊളിയായിരുന്നു, ഒറ്റവാക്കി പറഞ്ഞു. അതെ, തകർത്തു. ഈ നാട്ടിൽ വന്നതിന് ശേഷമുള്ള ഒരു ആര്യ എങ്ങനെ സത്യം പറഞ്ഞാൽ പെട്ടു. കൊറോണ, ലോക്ക്ഡൌൺ, ഇങ്ങോട്ടിറങ്ങിക്കൂടാ. പിന്നെ പഠിത്തം. നമുക്ക് ഇവിടെ FMG ഒരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ ഇവിടുത്തെ ലൈസൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഫുൾ പഠിത്തമായിരുന്നു. ആ ഡിസംബറിൽ തന്നെ ഭാഗ്യം കൊണ്ട് ക്ലിയർ ചെയ്തു. അതിനുശേഷമാണ് മെയിൻ ടാസ്ക്. നമുക്ക് ഇന്റേൺഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കുറെ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം കിട്ടാൻ. അതിന് ഓൾമോസ്റ്റ് ഒരു 8 months വെയിറ്റ് ചെയ്തിട്ടാണ് ഇന്റേൺഷിപ്പ് ആലപ്പുഴ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരുന്നു ചെയ്യുന്നത്. അത് അറിയാമല്ലോ, കയറി കഴിഞ്ഞാൽ ഒരു വർഷം എങ്ങനെ പോയെന്ന് എനിക്ക് അറിയത്തില്ല. തിരക്ക്. അതെ, ഇത്രയും മനുഷ്യർക്ക് അസുഖം ഉണ്ടെന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. പിന്നെ കൊറോണ ആയിരുന്നു ഫസ്റ്റ് 3 months. PP കിറ്റൊക്കെ ഇട്ട് ശ്വാസം വിടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ എല്ലാ എക്സ്പോഷറും ഉണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ. ഫസ്റ്റ് 3 months ടോട്ടൽ കൊറോണ ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള ഫുൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്ക് അടുത്ത ഡിസംബറായി ഇറങ്ങി. അതിനുശേഷം സ്വതന്ത്രമായിട്ടൊരു ഡോക്ടർ എന്നുള്ള പോസ്റ്റിലേക്ക് വന്നത് എപ്പോഴാണ്? അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞ് നമ്മുടെ ലൈസൻസ് കിട്ടാൻ നമുക്ക് വർക്ക് ചെയ്യാനുള്ള അധികാരം ഇല്ലാത്തതുകൊണ്ട് ഈ ക്ലിനിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ കീഴിൽ അങ്ങനെയൊക്കെ ആയിരുന്നു.
അതിനുശേഷം നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള സഞ്ജീവനിയിലാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് മെയിൻ ഒരു RMO പോസ്റ്റിൽ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ വിഷ്ണു സാറും ആർമി സാറും ഒക്കെ സൂപ്പറായിരുന്നു. ഭാഗ്യ മാം, ജയശ്രീ മാം എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്റേൺഷിപ്പ് സമയത്ത് ഒരാളുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ പേര് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ പോയി ചോദിക്കാം. ഇവിടെ സാറിൻ്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് ഞാനെല്ലാം പറഞ്ഞിട്ടാണ് വന്ന് കയറുന്നത് ഫസ്റ്റ്. സാറ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പലർക്കും നിന്റെ അത്രയും പോലും നോളേജ് കാണില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കയറി കഴിഞ്ഞ് ഒരു 1 വീക്ക് ഒരു ഒബ്സർവേഷൻ പോലെ സാർ എല്ലാം എന്നെ കൊണ്ട് നടന്ന് കാണിച്ചു, പറഞ്ഞു തന്നു. നമുക്ക് 1 വീക്കിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ എന്താ നടക്കുന്നതെന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണല്ലോ. അപ്പോൾ അവിടെ വേറൊരു ശ്രദ്ധ എന്ന് പറയുന്ന ഡോക്ടർ വരുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എന്തുണ്ടെങ്കിലും ഏത് നിമിഷം ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ഇവരെ ആരെ എനിക്ക് വിളിക്കാറും ആ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താ പറയാ ഒരു വിശ്വാസം നമ്മളിൽ വരുമല്ലോ. അങ്ങനെ നല്ലതുപോലെ ഞാൻ പഠിച്ചത് ആ ഹോസ്റ്റലിൽ നിന്നാണ്. ഇപ്പോഴും എനിക്ക് എവിടെ പോയാലും അവിടുന്ന് കിട്ടിയ ഒരു ബേസും നോളജും എന്ന് പറയുന്നത് വേറെ ലെവലാട്ടോ. അപ്പോൾ ഇപ്പോഴും ഞാൻ അവരെ തന്നെ ഓർക്കും. ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പേർട്ടായിട്ട് നമ്മുടെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടുന്ന് കിട്ടിയ നോളജ് കൊണ്ടാണ് ഞാൻ അത്രയും പറയുന്നത് എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഇതിലൂടെ ഞാൻ അവർക്ക് ഭയങ്കര ഒരു താങ്ക്സ് പറയുന്നുണ്ട് കേട്ടോ. ഇതിന് ശേഷം ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നല്ലേ, ആ ഒരു കടമ്പ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓവർ വർക്കാണ്. 24 hours എടുക്കേണ്ടി വരും, നൈറ്റ് എടുക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് നൈറ്റ് വേണ്ടാന്നുണ്ടായിരുന്നു. പിന്നെ പബ്ലിക് ഹെൽത്ത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് NHM റൂട്ടിലോട്ട് വരുന്നത്. കാരണം PSC എഴുതി കിട്ടാൻ നമുക്ക് സമയമെടുക്കും. NHM ഇന്റർവ്യൂ കൊടുത്തു, ക്ലിയർ ചെയ്തു. അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു 30 minutes ഡിസ്റ്റൻസിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ സെറ്റ്. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 7 മണി വരെയാണ് ഡ്യൂട്ടി. അപ്പം ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ പോയിരുന്ന് എല്ലാം ക്ലിയർ ചെയ്യുക, പേഷ്യൻസിനെ കാണുക. കൂടുതൽ OPD കേസസ് ആണ് നമുക്ക് വരുന്നത്. ബാക്കിയെല്ലാം റെഫറൽ കേസസ് ആയിരിക്കും നമുക്ക് കൂടുതൽ. പിന്നെ NCD പേഷ്യൻസ് ആയിരിക്കും. ആ ഒരു സെറ്റിൽ ഞാൻ ഓക്കെ ആയിരുന്നു. നമുക്ക് ഫാമിലി ലൈഫ് ഉണ്ട്. അപ്പം കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടൊരു ആ ഒരു ഫീൽഡും സെറ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഡാൻസ്, അങ്ങനത്തെ ഒരു സൈഡ് ഉണ്ട്, യോഗയുണ്ട്, ജിമ്മുണ്ട്. അപ്പം എല്ലാം കൊണ്ട് നടക്കാനും എൻ്റെ ഒരു പ്രൊഫഷൻ വൈസും എനിക്ക് നോക്കാൻ പറ്റുന്നൊരു ടൈം എനിക്ക് കിട്ടിയത് സത്യം പറഞ്ഞാൽ NHM കയറിയ ശേഷം. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു NHM കയറിയിട്ട്. പക്ഷെ ഇനി ദുബായിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തോടെ മിക്കാറും അങ്ങോട്ട് ചാടേണ്ടി വരും. അതെ. ആര്യ ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? പേഷ്യൻസുമായിട്ടുള്ള എന്തെങ്കിലും ഒരു സീക്രട്ട് ഉണ്ടോ? എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പല ഡോക്ടേഴ്സിനും പല രീതിയാണ് നമ്മൾ ചികിത്സിക്കാന്ന് പറയുന്നത്. എന്തെന്ന് വെച്ചാൽ ഞാൻ കേൾക്കും. പേഷ്യൻസ് എന്താ പറയുന്നതെന്ന് ഒരു 5 നിമിഷമെങ്കിലും നമുക്കൊന്ന് കേൾക്കാൻ കൊടുത്താൽ ആദ്യ പേരുടെ അസുഖം കുറയും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും പ്രായം ചെന്നവരാണ് നമുക്ക് അവിടെ OPD ക്ലിനിക്കിൽ വരുന്നത്. അപ്പം പലർക്കും എന്താ പറയുക ഇമോഷണലി ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസാണ് കൂടുതലും. അവർ വരുന്നത് ഷുഗർ പ്രഷറിൻ്റെയൊക്കെ മരുന്ന് വാങ്ങിക്കാനായിരിക്കും. പക്ഷെ വന്ന് 2 മിനിറ്റ് മോളെ എൻ്റെ വീട്ടിൽ ഇതാണ്, എൻ്റെ മോന് വയ്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് തിരിച്ച് സാരമില്ല അമ്മ അത് ശരിയാവും എന്ന് പറയുമ്പോൾ അവർക്കൊരു സമാധാനമുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് ആ കാര്യം പുറത്ത് പോകത്തില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവരുടെ മനസ്സിലുള്ളത് നമ്മൾക്ക് പറയുകയും ചെയ്തു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഭയങ്കര ഹാപ്പി ആട്ടോ. അപ്പം കൂടുതലും അവർക്ക് എന്താണ് പറയാനുള്ളത് കേട്ട ശേഷം മാത്രമേ ഞാൻ പ്രിസ്ക്രിപ്ഷൻ എഴുതാറുള്ളൂ. കാരണം ചിലർക്ക് മരുന്നിന്റെ ആവശ്യമൊന്നും കാണത്തില്ല. ചിലർക്ക് സത്യം പറഞ്ഞാൽ വൈറ്റമിൻ ഗുളികകളാണ് കൊടുത്തു വിടുന്നത്. അവരുടെ വിശ്വാസം അസുഖം മാറും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അവർ പോകുന്നത്. അതിന്റെ ആവശ്യമുള്ളൂ. വെറുതെയുള്ള മരുന്നുകളെല്ലാം കൊടുത്തിട്ട് ഈ മനുഷ്യർക്ക് രോഗികളാക്കി മാറ്റാതെ എന്താണ് ആവശ്യം എന്ന് അറിഞ്ഞ് നമ്മൾ ചികിത്സിക്കത്തില്ല. അതാണ് വേണം. അതാണ് ആര്യ ഡോക്ടറുടെ സീക്രട്ട്. എന്റെ സീക്രട്ട് ആണ്. അപ്പൊ ഇനി നമ്മൾ പ്രൊഫഷണൽ ലൈഫിൽ നിന്നും പാഷനായിട്ട് എടുത്ത ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഈ വർഷം 2025 മിസ്സസ് കേരളയും അതുപോലെ മിസ്സസ് ഇന്ത്യ 3rd റണ്ണറപ്പറും ആയിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത കൂട്ടത്തില് GNG മിസ്സസ് കേരളത്തിന്റെ ഒരു ആഡ് കണ്ടു. അപ്പൊ തന്നെ അപ്ലൈ ചെയ്തു. ഒന്നും മനസ്സിലില്ലായിരുന്നു, ജസ്റ്റ് അപ്ലൈ ചെയ്തു. ഒരു 2-3 വീക്സിനുള്ളിൽ അവർ ഓഡീഷൻ കോൾ എനിക്ക് സെൻഡ് ചെയ്തു. അപ്പോഴാണ് വീട്ടിൽ പ്രസന്റ് ചെയ്യും ഞാൻ ഇങ്ങനെ അയച്ചായിരുന്നു. കല്യാണത്തിന് ശേഷം. അപ്പം അവർ പറഞ്ഞു ഓഡീഷൻ അല്ലേ, കൊടുത്തു നോക്ക്, നമുക്കറിയില്ലല്ലോ കിട്ടുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. ഓൺലൈൻ ഓഡീഷൻ ആയിരുന്നു, കൊടുത്തു. 2 വീക്സിനുള്ളിൽ വീണ്ടും മെയിൽ വന്നു, യു ആർ സെലക്ടഡ് ഫോർ യു ആർ ദ ഫൈനലിസ്റ്റ് എന്നും പറഞ്ഞു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം 2 സെക്കൻഡ് ഷോക്കായിരുന്നു. എന്നെയാണോ സെലക്ട് ചെയ്യുന്നത്? ഞാൻ പേരൊക്കെ ഒരു 2-3 പ്രാവശ്യം വായിച്ചു. എന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് കാണിച്ചിട്ട് ഞാൻ തന്നെ അല്ലേ എന്നൊക്കെ ഒന്ന് ഉറപ്പിച്ചിട്ട് വീട്ടിൽ പറഞ്ഞു പോയി നോക്ക്, നമുക്ക് പറയാൻ പറ്റില്ല, നിന്റെ തലവര വാർന്നത് ഈ സമയത്താണെങ്കിലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു.
രണ്ടും ഒരു പ്രിപ്പറേഷനും ഇല്ലായിരുന്നു സത്യം പറയാമല്ലോ. കാരണം ഓരോരുത്തരും ഈ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി പേഷ്യന്റിനെ നോക്കുമായിരിക്കാം സത്യമായിട്ടും. പിന്നെ നമുക്ക് കുറെ ഓൺലൈൻ ഗ്രൂമിങ് സെഷൻസ് ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു. എവിടെയായിരുന്നത്? കൊച്ചിയിൽ വെച്ചായിരുന്നു പ്രോഗ്രാം നടന്നത്, മിസ്സസ് കേരളത്തിന്റെ. അപ്പം ഓൺലൈൻ ഗ്രൂമിങ് സെഷൻ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. മാക്സിമം മൊത്തത്തിൽ ഒരു പ്രിപ്പറേഷനും ഇല്ലാതാണ് അവിടെ പോകുന്നത്. ഫസ്റ്റ് ഡേയിൽ അവിടെ ചെന്നിട്ട് ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ കണ്ടപ്പം ഞാനാണോ ഇത്ര ഇതായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളൊരു ഫസ്റ്റ് ടെൻഷൻ. കിളി മാറിയത് സത്യം പറഞ്ഞാൽ ഫസ്റ്റ് സാഡ് സെറമണി ടൈമിലായിരുന്നു. പക്ഷെ എല്ലാവരും വൈബായിരുന്നു. ആർക്കും ഒരു എന്താ പറയാ കോമ്പറ്റീഷൻ മോഡൊന്നും ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്യുക. ഈ വെക്കേഷൻ മോഡ് ഓൺ എന്നൊക്കെ പറയുന്നില്ലേ, എല്ലാ സ്ത്രീകളും ഈ കല്യാണം കഴിഞ്ഞ സ്ത്രീകളായതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാപ്പ് കിട്ടി ആരുടെ ശല്യമില്ലാതെ 4 ദിവസം എൻജോയ് ചെയ്ത ടൈമായിരുന്നു മിസ്സസ് കേരളത്തിൻ്റെത്. പക്ഷെ വിന്നറായി. അത് കഴിഞ്ഞപ്പോൾ ചെറിയൊരാഗ്രഹം മേലെ പോയാലോ. അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് ഈ മിസ്സസ് കേരള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, പിന്നെ നമ്മുടെ ബോഡി. എനിക്ക് തോന്നുന്ന കാറ്റ് വാക്ക് പോലും പ്രാക്ടീസ് തരുമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സെഷനൊക്കെ? നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് മെന്റേഴ്സ് ഉണ്ട്, എല്ലാത്തിനും ഗ്രൂമിംഗ് സെഷൻസ് കാണുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിനാണ് സത്യം പറഞ്ഞാൽ അവിടെ ചെല്ലുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഡൈനിങ് സെഷൻ്റെത്, പിന്നെ Q&A റൗണ്ടിൻ്റെത്, ഇൻട്രൊഡക്ഷൻ റൗണ്ടിൻ്റെത്, പിന്നെ ഈ നമ്മുടെ കൊറിയോഗ്രാഫി, റാം വോക്ക്, പിന്നെ അവർക്ക് കുറച്ച് കൊറിയോഗ്രാഫി പാറ്റേൺ ഒക്കെ കാണും. അതിൻ്റെ എല്ലാം ഫുൾ ഗ്രൂമിങ് അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ സ്റ്റുഡൻ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പഠിപ്പിക്കുന്ന സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് ബെഞ്ചിലിരുന്ന് അതെ എല്ലാം ഗ്രാസ്പ് ചെയ്ത് ഒബ്സർവ് ചെയ്ത ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് കഴിവുള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ സെറ്റായിരുന്നു. ഭാഗ്യം കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടൊക്കെ കേരളയായി. എന്തൊക്കെ ടാസ്കുകൾ ഉണ്ടായിരുന്നു? നമുക്ക് മെയിൻ ഫിനാലയില് ഫസ്റ്റ് നമ്മളവിടെ ചെല്ലുന്നിടം തൊട്ട് ഫുൾ പോയിന്റ്സ് ഇടും എന്നുള്ള രീതിയിൽ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ നടക്കുന്നു, നമ്മൾ എങ്ങനെ ഇരിക്കുന്നു, നമ്മൾ എങ്ങനെ കഴിക്കുന്നു, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടുന്നു, എല്ലാത്തിനും പോയിന്റ്സ് കാണുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേയിൽ നമുക്ക് ടാലന്റ് റൗണ്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്നത് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഫോട്ടോഷൂട്ട് സെഷൻ ഉണ്ടായിരുന്നു. അതിന് നമ്മൾ തന്നെ ഗൗണൊക്കെ തയ്പ്പിച്ച് നമ്മളുടെ ഒരു ഐഡിയ, ക്രിയേറ്റിവിറ്റി എല്ലാം കാണിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു അത്. ഫിനാലയിൽ ഇൻട്രൊഡക്ഷൻ റൗണ്ട്, Q&A റൗണ്ട് മാത്രമായിരുന്നു മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാക്കി എല്ലാ പോയിന്റ്സും Q&A റൗണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. കാരണം കാൽ സാറെന്നും പറഞ്ഞിട്ട് നമ്മുടെ ബോംബെയിൽ നിന്ന് വന്നൊരു സാറായിരുന്നു നമുക്ക് അതിന്റെ മെന്റർ. സാറ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നുള്ളത് ചിന്തിക്കും. 2 സെക്കൻഡ് നമ്മൾ ചിന്തിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് പറഞ്ഞാൽ സാർ കോമഡി ആക്കി പറയും. അപ്പം നമുക്ക് അത്രയും പറ്റത്തില്ല. പക്ഷെ അങ്ങനെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്കിൽ വരാമെന്നുള്ളത് സാറിനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിരുന്നു. സാറ് സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറിയാ ആ ഒരു കാര്യത്തിൽ. ഇപ്പം മിസ്സസ് ഇന്ത്യക്ക് പോയപ്പോഴും സാറ് തന്നെയായിരുന്നു എൻ്റെ മെന്റർ. ആ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയത് സാറിൻ്റെ ഒരു മെന്റർഷിപ്പ് കാരണമായിരുന്നു. ഈ ഫൈനൽ റൗണ്ടിൽ വന്നപ്പോഴത്തേക്കും ഈ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മിസ്സസ് കേരള ആര്യ ആർ കുറുപ്പ് എന്ന് പറഞ്ഞപ്പോ തോന്നിയ ഒരു മൊമെന്റ് എന്നെ ഇവിടെ എന്റെ കൂടെയുള്ള കണ്ടസ്റ്റൻസിന് ഭയങ്കര വിശ്വാസമായിരുന്നു ഞാൻ ജയിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടർ സെക്കൻഡ് റൗണ്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു പൊക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്തുകൊണ്ട് വൈ മീ എന്നൊക്കെ ചോദിക്കത്തില്ല, ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ മാത്രമേ ആ സെറ്റിൽ ഡോക്ടറായിരുന്നു. ഓക്കെ സെറ്റ്. ഫാമിലിന്ന് എല്ലാരും വന്നായിരുന്നോ? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ ഒരു? അവരൊക്കെ സത്യം പറഞ്ഞാൽ എന്നെക്കാട്ടി ഭയങ്കര വിശ്വാസം, കോൺഫിഡന്റ് ആയിരുന്നു കേട്ടോ. ഇവരൊക്കെ കിട്ടും, അതീ പോയാൽ മതി, ഇവരൊക്കെ കിട്ടും എന്നുള്ളത്. ഞാൻ പറഞ്ഞ ദൈവമേ അവിടെ ചെല്ലുമ്പോ അറിയാം. നമ്മൾ മാത്രമല്ലോ, പലയിടത്തുനിന്ന് തന്നെ എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും ഇപ്പം ടാലന്റും ഉണ്ട്. നമ്മൾക്ക് വിശ്വാസമുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം ചെയ്യാന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പോയത്. പിന്നെ അവിടെ നമുക്ക് ഫസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. ഇപ്പൊ ഒരു ക്രൗൺ ഉണ്ട്, പക്ഷെ അത് ഒരാളെ വീട്ടിൽ കൊണ്ടുവന്നുള്ളൂ. ഇവിടെ നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നു, അത് നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, അതിലാണ് മെയിൻ കാര്യം. സത്യം പറഞ്ഞാൽ സത്യമല്ലേ. നമ്മളിപ്പം ഞാനൊരു ക്രൗൺ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെറുതെ വെച്ചിരുന്ന ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കത്തില്ലല്ലോ. മിസ്സസ് ഇന്ത്യക്ക് പോയാലും അപ്പോഴും എനിക്കൊരു ക്രൗൺ കിട്ടി. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് മെയിൻ കാര്യം. വെറുതെ ക്രൗൺ വാങ്ങിക്കാനാണെങ്കിൽ 10 രൂപയ്ക്ക് നമുക്ക് ക്രൗൺ കിട്ടുമല്ലേ, നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ. പക്ഷെ ഇതിന്റെ വാല്യൂ വേറെയാണ്. സത്യം. പക്ഷെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ചേ പറ്റുള്ളൂ. ആ ഒരു ശ്രമത്തിന്റെ ഫലമാണോ മിസ്സസ് ഇന്ത്യ? അതെ, സത്യം പറഞ്ഞാൽ മെയിൻ നമ്മുടെ GNG മിസ്സസ് കേരളത്തിന്റെ ഫൗണ്ടർ ദീപ മാം ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾക്കൊരു എന്താ പറയുക ടാലന്റ് ഉണ്ടെന്ന് മാമിന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളെന്ത് പുഷ് ചെയ്യും. അപ്പം ജസ്റ്റ് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ആയിരിക്കും ആ ഒരു ഇത് ഞാൻ കാണുന്നുണ്ട്, ട്രൈ ചെയ്ത് നോക്ക്, താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞുള്ളൂ. വീട്ടിൽ പറഞ്ഞു. അപ്പം ചെയ്തോ
സത്യം പറഞ്ഞ കട്ട സപ്പോർട്ടാ ഫാമിലി. അത് തന്നെയാണ് എന്റെ ഒരു ഇപ്പം ബലം വേണമെങ്കിൽ പറയാം. അപ്പം ശ്രമിച്ചു, അവിടെ പോയി കുറെ ടാസ്ക് ഉണ്ട് നമുക്ക്. അതെവിടെയായിരുന്നു? അതും പൂനെയിലായിരുന്നു. അവിടെ പോയി കുറെ എക്സ്ട്രാ ടാസ്കുകളുണ്ട് മിസസ് കേരളത്തിനെക്കാട്ടിലും. ആദ്യമൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒത്തിരി പുറത്തുനിന്നും ഒത്തിരി പേരുണ്ട്. ഓൾ ഇന്ത്യ ആണ്. പിന്നെ നമ്മൾ ഈ പൂനെ ഗേൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഭയങ്കര എന്താ പറയാ മോഡേൺ ടൈപ്പ് ആയിരിക്കും, പിന്നെ കുറച്ച് സ്റ്റബേൺ ആയിരിക്കും എന്നൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു പേടി മനസ്സിലുണ്ടായിരുന്നു. പിന്നെ കേരളയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ഒരാളെ ഉണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില് പേടി, അവിടെ ചെന്ന് എങ്ങനെ ആയിരിക്കും, നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടുമോ, അങ്ങനെയൊക്കെ കുറെ ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ കേരളത്തിന്റെ കൂട്ട് തന്നെ എല്ലാവരും വൈബ്, ആ ഒരു കോമ്പറ്റീഷൻ മോഡ് ഞാൻ ഫീൽ ചെയ്തില്ല. അപ്പൊ തന്നെ സെറ്റായി. പിന്നെ ഹയാത്തിൽ വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. അവിടുത്തെ ഫുഡ് സത്യം പറയാം രക്ഷയില്ല, നമ്മൾ മറക്കില്ലല്ലേ? മറക്കില്ല. 4 ദിവസം നല്ല പോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ 1 കിലോ പോലും ഞാൻ കൂടിയിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. ഫുഡിന് കൺട്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നോ? ഫുഡ് നോർമലി കൺട്രോൾഡ് ആണ് കഴിക്കുന്നത്. ഇത് കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത്, വണ്ണം വെക്കാത്ത ശരീരമാണ് കേട്ടോ. കാരണം എന്റെ ഹസ്ബൻഡ് 2 ദോശ കഴിക്കുന്നിടത്ത് ഞാൻ 4 ദോശ കഴിക്കും. അവന് പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കും. ഞാൻ എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് വണ്ണം വെക്കത്തില്ല. അപ്പം അവിടെ ചെന്നും ഫുള്ള് കഴിപ്പ്. നമുക്ക് കഴിക്കാനുള്ള സമയം കുറവാണെങ്കിലും എല്ലാം കുത്തിക്കയറ്റുമായിരുന്നു. പക്ഷെ 1 കിലോ പോലും കൂടിയിട്ടില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ലൈഫ് ആ ഒരു സമയത്തെ? മിസസ് കേരളത്തിന്റെ ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഈ സ്ട്രെസ് ലൈഫിൽ നിന്ന് കുറച്ച് ഒരു ഗ്യാപ്പ് കിട്ടും, ഒരു റിലീഫ്. സീരിയസ് ആയിട്ട് 4 ദിവസം എൻജോയ് ചെയ്തു. അതും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ടാസ്കുകൾ കൂടുതലായിരിക്കും അല്ലേ? ടാസ്ക് എന്ന് വെച്ചാൽ നമുക്ക് ടൈം ഇല്ല. ലിറ്ററലി 7 മണിക്ക് നമ്മൾ താഴെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് റൂമിൽ വരുമ്പോൾ 11:30-12 മണിയാവും. അതൊരു റൂമിൽ പോകേണ്ട ആവശ്യമേ വരത്തില്ല. എപ്പോഴെങ്കിലും നമുക്ക് വാഷ്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറാനോ മാത്രമായിരിക്കും നമ്മൾ റൂമിൽ ചെല്ലുക. ബാക്കി 3 ദിവസം എല്ലാവർക്കും വന്ന ഡൗട്ട്, ഇതെങ്ങനെ കഴിഞ്ഞു ഈ 3 ദിവസം? ആർക്കും ഒരു വന്നത് മാത്രം ഓർമ്മയുണ്ട്, ഫിനാലയുടെ നൈറ്റ് എല്ലാവരും ടാറ്റ പറയുന്നത് മാത്രം ഓർമ്മയുണ്ട്. ഫിനാലൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. വൈബായിരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് അതൊന്ന് എൻജോയ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടെൻഷനുണ്ട്. പിന്നെ 3 കാറ്റഗറി ആയിരുന്നു, സിൽവർ, ഗോൾഡ്, എലീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും ഗ്രൂം ചെയ്ത് ഡ്രസ്സൊക്കെ ചെയ്ത് എല്ലാം മാറ്റി മാറ്റി വരുന്നതിനുള്ളിൽ എല്ലാം കഴിഞ്ഞു സമാപിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഈ 3rd റണ്ണറപ്പ് ആവും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ മിസസ് കേരളത്തിന് എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ ജയിക്കും എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്ന് എല്ലാവരുടെയും ടാലന്റ്, അവരുടെ ഒരു പാഷൻ, അവർ എത്രത്തോളം അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞ എനിക്ക് പേടി. ഞാൻ പറഞ്ഞ ദൈവമേ, മിസസ് ഇന്ത്യക്ക് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസസ് കേരളം പോലെ അല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. അപ്പം ദീപ മാം എന്നെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും. മറന്നു പോയി കഴിഞ്ഞാൽ 2 സെക്കൻഡോട് തിരിച്ചു വിളിക്കും. എന്നിട്ട് പറയും, ആരും ഇത് ചെയ്യണം, അത് ചെയ്യണം, അവരൊക്കെ ഇങ്ങനെ ചെയ്തിട്ടായിരിക്കും വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതേപോലെ ഞാൻ ചെയ്യോ, പോണോ, ആ ഒരു അവസ്ഥയിലായിരുന്നു. ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേനും എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു ഫീലിംഗ്, എന്തൊക്കെയോ ഒരു ഇമോഷൻസ് എന്നിലുണ്ടെന്നുള്ളൊരു, ഞാൻ പറയാം എനിക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അബി എന്നാണ് ഹസ്ബൻഡിന്റെ പേര്, അഭിജിത്ത് എന്നാണ്. അബി എനിക്ക് എന്തോ ഒരു പ്രശ്നം, പക്ഷെ എന്തോ എനിക്കത് പറയാൻ അറിയത്തില്ല. അപ്പൊ എനിക്ക് ടെൻഷനാണ്, വേറെ ഒന്നും അല്ല, ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമില്ല, കൂൾ, നീ ജയിക്കുന്ന പറയുന്നത്. ഞാൻ പറഞ്ഞു അതെ അതെ, അവിടെ ചെല്ലുമ്പോൾ അറിയാം എന്നുള്ള രീതിയിൽ. പക്ഷെ ചെന്നു എല്ലാവരും വൈബ് ആയതുകൊണ്ടായിരിക്കും ടെൻഷൻ മാറി. പക്ഷെ കിട്ടും എന്നുള്ള ഒരു നമ്മുടെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ 100 ഇങ്ങനെ കുറഞ്ഞു. ടെൻഷൻ കൊണ്ട് നല്ലപോലെ കുറഞ്ഞു. അപ്പോഴും നമ്മുടെ ഫിനാലയുടെ ലാസ്റ്റ് സ്റ്റേജിലിരിക്കുമ്പോൾ അനൗൺസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എലീറ്റ് കാറ്റഗറി പറഞ്ഞു, ഗോൾഡ് കാറ്റഗറി പറഞ്ഞു, സിൽവർ പറയുമ്പോൾ ദൈവമേ പ്രതീക്ഷിക്കണോ അതോ വേണ്ടായോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ 3rd റണ്ണറപ്പ് ആയതുകൊണ്ട് ഫസ്റ്റ് എന്റെ പേരാ വിളിച്ചത്. അപ്പൊ സമാധാനം, ഇതെങ്കിലും കിട്ടിയോ. ഫാമിലി ഉണ്ടായിരുന്നോ? എല്ലാവരും വന്നിട്ടില്ല. ഹസ്ബൻഡ് വന്നില്ല? ഹസ്ബൻഡ് ദുബായിലാണ്. വരാൻ പറ്റിയില്ലല്ലേ? പൂനെയിലായതുകൊണ്ടും പിന്നെ 4 ദിവസം നമ്മൾ അതിനകത്ത് സ്റ്റക്കാണ്. അപ്പൊ പിന്നെ ഇവര് വന്നിട്ടും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മിസസ് യൂണിവേഴ്സ് ഉണ്ട്. അപ്പൊ പക്ഷെ ഉടനെ പോകാനുള്ള ഒരു ഇതില്ല. കാരണം പറഞ്ഞില്ലേ, ദുബായിൽ പോകണമെന്നുണ്ടെങ്കിൽ എക്സാം ക്രാക്ക് ചെയ്താൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഹസ്ബൻഡിന് പോകാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. ഫാമിലി ലൈഫും കൊണ്ടുപോകണമല്ലോ. അപ്പം അതിനുശേഷം 2026 പ്രതീക്ഷിക്കാമെന്ന് വിശ്വസിക്കുന്നു. അതിലെന്താണ് ഫസ്റ്റ് അടിക്കോ? അടിക്കണം. അപ്പൊ ഒന്നുകൂടെ വരണം. അതെ. ഇനി എന്താണ് നമ്മൾ ഇനിയും ഡോക്ടർ ആര്യ എന്നുള്ള നിലയിൽ ഇനി എന്തൊക്കെയാണ് സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ? മെയിൻ PG എടുക്കണം എന്ന് താല്പര്യമുണ്ട്. ഇപ്പം പബ്ലിക് ഹെൽത്ത് എടുത്തേക്കുന്നത് ജസ്റ്റ് ഒരു, ഇപ്പം നമുക്ക് PG ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു അവസ്ഥ ആയതുകൊണ്ട് പബ്ലിക് എടുത്തതാ. പക്ഷെ MRCPO അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കണം എന്നുള്ളൊരു പ്ലാൻ. സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ടോ ഇതിലും? ചെയ്യണം. നമുക്ക് ദുബായിൽ പാടാണ്, അവിടുത്തെ നാഷണാലിറ്റീസിനാണ് ഫസ്റ്റ് ഒരു പ്രിഫറൻസ് കൊടുക്കുക. അപ്പം അവിടെ
അവിടെ ചെന്നിട്ട് വേണം അതൊന്ന് തിരക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവിടുത്തെ PG എക്സാം ട്രൈ ചെയ്ത് അവിടെ തന്നെ ചെയ്യാനാണ് താല്പര്യം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലണ്ടൻ ബേസ്ഡ് MRCP എഴുതാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ലൈഫ് എങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒന്നായിരിക്കും, പോകുന്നത് വേറെ രീതിയിലായിരിക്കും. സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ഞാൻ പ്ലാൻ ചെയ്യാറില്ല. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പൊക്കോണ്ടിരിക്കുക. ഏതിലാണ് സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? ഭയങ്കര ഇഷ്ടം ഫോറൻസിക് ഫോറൻസിക് എന്ന് പറയാലോ. ഫോറൻസിക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഇയറിലൊക്കെ നമുക്ക് ബ്ലഡ് കാണുമ്പോൾ എന്റെ വായിൽ നമ്മുടെ ഉമ്മിനീര് വരില്ലേ, ആ ഒരു ടെൻഡൻസി ഒക്കെ എനിക്കുണ്ട്. ഈ വാമ്പയർ വല്ലോ ആണോ ബ്ലഡ് കണ്ടിട്ട് എനിക്കറിയത്തില്ല. ആ ഒരു ഇഷ്ടം കൊണ്ടായിരിക്കാം. പിന്നെ സർജറി ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒക്കെ ചെയ്യണം, വെറുതെ ഇരുന്ന് പണിയെടുക്കാൻ എനിക്ക് താല്പര്യം. അത് എന്തെങ്കിലും പണിയെടുക്കണം. അപ്പം ഫോറൻസിക് ഭയങ്കര ഇഷ്ടമാണല്ലേ? അപ്പൊ നമുക്ക് നാട്ടിലാണെങ്കിൽ ഫോറൻസിക് കൊണ്ട് പറ്റത്തുള്ളൂ, എന്തെങ്കിലും ഗുണമുള്ളൂ. കേസൊക്കെ തിണക്കാൻ അടിപൊളിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഇതുവരെ ഒന്നും ചാൻസ് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നമ്മൾ പൊളിക്കും. എനിക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നോക്കി അതിന്റെ ഏറ്റവും അവസാനം വരെ എത്തുന്നുള്ളൊരു സ്വഭാവമില്ലേ, അത് കൂടുതലാട്ടോ. എനിക്കിങ്ങനെ അറിയണം എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ ഫീൽഡ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ മെഡിസിൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന കേസസ് ആയിരിക്കും നോർമലി വരിക. അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ വന്നാലേ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങൾ വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്ക് അടിച്ചിരിക്കത്തില്ലേ, അതായിരിക്കും. അപ്പോൾ സർജറി ആണെങ്കിൽ നമുക്ക് ടെൻഷനാണ്, കാരണം ഓരോരുത്തരുടെയും ബോഡി പല രീതിയിലാണ്. ഓർഗൻസ് സെയിം ആണെങ്കിലും ചെയ്ത് വരുമ്പോഴായിരിക്കും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഓരോരുത്തരുടെ ബോഡിയിലുള്ളതെന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ കുറച്ച് എന്താ പറയുക ആക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും വേണം, എന്തെങ്കിലും ഒരു എന്താ പറയുക നമുക്കൊന്ന് അറിയാൻ അല്ലെങ്കിൽ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കാനൊക്കെയുള്ള ഒരു കാര്യം വേണം. അങ്ങനെ വേണം എന്നുള്ള ഒരാളാണ് ഞാൻ. ഓക്കെ, അപ്പൊ എനിവേ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിനും. കുറെ വിശേഷങ്ങൾ പറഞ്ഞു, റഷ്യൻ വിശേഷങ്ങൾ, ഡോക്ടർ വിശേഷങ്ങൾ, മിസ്സിസ് ഇന്ത്യ വിശേഷങ്ങൾ. എനിക്കൊന്ന് ഇത്രയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു വിശേഷം കേട്ടത് ആദ്യമായിട്ട്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം അതിഥിയായി എത്തിയതിനും ഒപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിനും. അപ്പൊ ഇനി ഞങ്ങൾക്ക് കാണേണ്ടത് മിസ്സിസ് യൂണിവേഴ്സ് ആയിട്ടാണ് കാണേണ്ടത്. പ്രാർത്ഥിക്കാം, അതും സാധിക്കട്ടെ എന്ന് എല്ലാരും പ്രാർത്ഥിക്കാം. പിന്നെ ഈ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദി മീര. താങ്ക് യു സോ മച്ച്. റേഡിയോ മീഡിയയ്ക്ക് ഒരുപാട് നന്ദി. ഇതിലോട്ട് എത്തിച്ച അനുവേട്ടന് ഒരുപാട് നന്ദി. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങളുടെ പ്രിയപ്പെട്ട മിസ്സിസ് ഇന്ത്യക്ക് എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.